നമസ്കാരം. വളരെ കാലമായി കേരളത്തിന്റെ വികസനത്തിൽ ഒരു നാഴികക്കല്ലായി മാറുവാൻ സാധ്യതയുള്ള അങ്കമാലി ശബരി റെയിൽപാത പദ്ധതിയിൽ വീണ്ടും പ്രതീക്ഷകൾ ഉണർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും കേന്ദ്ര റെയിൽവേ മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിൽ പാത യാഥാർത്ഥ്യമാകും എന്ന ഉറപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. വൈകാതെ തന്നെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധ സംഘം എത്തുമെന്നും വാർത്തയുണ്ട്. ജൂലൈ മാസത്തിൽ ബാക്കിയുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുമെന്നും പറയുന്നു. 111 കിലോമീറ്റർ ദൂരം വരുന്ന പാതയിൽ 8 കിലോമീറ്റർ റെയിലും ഒരു പാലവും നിർമ്മിച്ച ശേഷം പദ്ധതി മുടങ്ങുകയായിരുന്നു. 100 കണക്കിന് കുടുംബങ്ങളാണ് സ്ഥലമേറ്റെടുക്കലിലെ അനിശ്ചിതത്വം കാരണം ദുരിതത്തിലായത്. ഇതുകൂടാതെ കേരളത്തിന്റെ വടക്കു ഭാഗത്തു നിന്നും തെക്കിലേക്ക് 3-4 പുതിയ പാതകൾ വരുമെന്നും പറയുന്നുണ്ട്. ഇതിനോടൊപ്പം കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് പകരമായി സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയിൽ കേന്ദ്രത്തിന് താല്പര്യമില്ല എന്നും അറിയുന്നുണ്ട്. എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്നതാണ് ശബരിപാത. ഇത് പിന്നീട് പുനലൂർ വഴി വിഴിഞ്ഞത്തേക്ക് നീട്ടുവാൻ കഴിയുന്ന സാധ്യതയും മുന്നിലുണ്ട്. 111 കിലോമീറ്റർ ദൂരമുള്ള ഈ റെയിൽപാത 1997-98 റെയിൽവേ ബഡ്ജറ്റിലാണ് ആദ്യം പ്രഖ്യാപിച്ചത്. കാലടി വരെ 8 കിലോമീറ്റർ റെയിൽവേ ലൈൻ നിർമ്മിച്ചെങ്കിലും പിന്നീട് ഒന്നും സംഭവിച്ചതുമില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിലേറെയായി ഈ പദ്ധതിക്കായി ഭൂമി വിട്ടുകൊടുത്ത 2862 കുടുംബങ്ങൾ നഷ്ടപരിഹാരം ലഭിക്കാതെ പ്രതിസന്ധിയിലുമായി. ഇപ്പോൾ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് (KRail) പദ്ധതിയുടെ DPR തയ്യാറാക്കിയിരിക്കുന്നത്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 3810 കോടിയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ പകുതി തുക കിഫ്ബി വഴി സംസ്ഥാനം വഹിക്കാമെന്നും കേന്ദ്രത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിനു പകരം ഈ തുക സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. അങ്ങനെയായാൽ കേരള സർക്കാരും റെയിൽവേ മന്ത്രാലയവും റിസർവ് ബാങ്കും ചേർന്ന് ഒരു ത്രികക്ഷി കരാർ വേണമെന്ന് കേന്ദ്രം നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇതിൽ സംസ്ഥാന സർക്കാർ വിയോജിപ്പ് അറിയിച്ചതോടെ പദ്ധതി സ്തംഭിക്കുകയാണ് ഉണ്ടായത്. ശബരി റെയിൽപാത ഉയർത്തുന്ന സാധ്യതകൾ കേരളത്തിന് വലിയ ഗുണകരമാണ്. പ്രധാനമായും മധ്യ കേരളമാകെ മാറ്റം കൊണ്ടുവരുന്ന ഒന്നാണിത്. മധ്യ കേരളത്തിലെ 14 പട്ടണങ്ങൾക്ക് ട്രെയിൻ യാത്രാ സൗകര്യം ലഭ്യമാകും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 14 സ്റ്റേഷനുകളാണ് ഇതിൽ മുഖ്യമായും വരുന്നത്. അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലാമറ്റം, കാഞ്ഞിരപ്പള്ളി, എരുമേലി എന്നിവയാണ് പ്രധാന സ്റ്റേഷനുകളായി വരുന്നത്. നിലവിൽ അങ്കമാലി മുതൽ തൊടുപുഴ വരെ 58 കിലോമീറ്ററോളം സാമൂഹിക ആഘാത പഠനം പൂർത്തിയാക്കിയതിനാൽ ഒന്നാം ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുക്കലിന് കാലതാമസമുണ്ടാകില്ല. ഇനി 416 ഹെക്ടർ ഭൂമിയാണ് സംസ്ഥാനം ഏറ്റെടുക്കേണ്ടത്. 3 വർഷം മുൻപ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ 100 കോടി അങ്കമാലി, എരുമേലി, ശബരി റെയിലിന് അനുവദിച്ചിരുന്നു. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഇടുക്കി ജില്ല റെയിൽവേ ഭൂപടത്തിൽ വരുന്നതോടെ ടൂറിസം വ്യവസായത്തിനും നേട്ടമാണ്. മൂന്നാർ, തേക്കടി, ദേവികുളം, പീരുമേട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്രാ സൗകര്യവും കൂടും. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കിയാൽ പദ്ധതി മരവിപ്പിച്ച് 2019 സെപ്റ്റംബറിൽ റെയിൽവേ ഇറക്കിയ ഉത്തരവ് റദ്ദാക്കണം. ഇടുക്കിയിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് മുഴുവൻ ഭൂമിയും, കോട്ടയത്ത് 2 വില്ലേജുകളിലെ ഭൂമിയും പദ്ധതിക്കായി കല്ലിട്ട് തിരിച്ചിട്ടുണ്ട്. എറണാകുളത്ത് കല്ലിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും സാമൂഹ്യാഘാത പഠനം പൂർത്തിയാക്കണം. 24 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തിരുന്നു. 392 ഹെക്ടർ ഇനി ഏറ്റെടുക്കണം. സ്ഥലമേറ്റെടുപ്പും അലൈൻമെൻറ്റുമാണ് ഇനി നേരിടുന്ന വെല്ലുവിളികൾ. അതുകൂടാതെ പദ്ധതിയുടെ 50% തുക സംസ്ഥാനം വഹിക്കണമെന്നതിനാൽ അത് എങ്ങനെ കണ്ടെത്തണമെന്നതും സർക്കാരിന് മറ്റൊരു കടമ്പയായി മാറുകയാണ്. ശബരിമല തീർത്ഥാടകർക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്നതാണ് ഈ പദ്ധതി. സ്ഥലമേറ്റെടുപ്പ് ഇഴയും തോറും പദ്ധതി ചെലവ് സ്വാഭാവികമായി കൂടുകയും ചെയ്യും. ഇപ്പോൾ 2030 കമ്മീഷൻ ചെയ്യാവുന്ന തരത്തിലാണ് പദ്ധതിയുടെ നടപടികൾ മുന്നോട്ടു പോകുന്നത്. റെയിൽവേ ബോർഡിന്റെ സംഘം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉടനെ കേരളത്തിലെത്തുന്നുണ്ട്. ആ സമയത്ത് പദ്ധതി ചെലവിൻ്റെ കാര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ മറുപടിയും നൽകേണ്ടതുണ്ട്. സംസ്ഥാന വിഹിതമില്ലെങ്കിലും പൂർണ്ണമായും കേന്ദ്ര ചെലവിൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിയും എന്നൊരു സാധ്യതയും മുന്നിലുണ്ട്. പുതിയ പാതകൾ, പാത ഇരട്ടിപ്പിക്കൽ എന്നിവയ്ക്കായി ബഡ്ജറ്റിന് പുറമെ 50,000 കോടി വരെ ചിലവഴിക്കുവാൻ റെയിൽവേക്ക് അനുമതിയുണ്ട്. പക്ഷേ ഇതിലെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ് നിർണായകമാകുന്നത്. ഇപ്പോൾ മറ്റു ഉപാധികളില്ലാതെ പകുതി ചിലവ് സംസ്ഥാനം വഹിക്കണം എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ശബരി റെയിൽപാത സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് കാത്തിരിക്കാം. മറ്റൊരു വാർത്തയുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.